പുള്ള് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ള്. ഇവിടെ കാണേണ്ട കാഴ്ചകൾ കുറേ ഉണ്ട്. അതായത് ഏക്കർ കണക്കിന് പാടം ഇങ്ങനെ പച്ച വിരിച്ച് നിൽക്കുകയാണ്. ഒരു 5 മണി നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടമാനം ടൂറിസ്റ്റുകളുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ കുറവാണെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കൊട്ടവഞ്ചി ഉണ്ട്, കൂടാതെ ഇങ്ങനെ കാലോട് ചവിട്ടി പോകുന്ന ബോട്ടുണ്ട്. നല്ല കാഴ്ചകൾ കാണാൻ വരാം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുള്ളവർ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് പോയി. ഞാൻ ഈ ടൂറിസ്റ്റിൻ്റെ ഓണറാണ്. പുള്ളിയിലെ വഞ്ചിക്കാരുടെ സ്ഥാപനമുണ്ട്, കടൽ ബോട്ടുണ്ട്, കയാക്കിങ്, കൊട്ടവഞ്ചിയുണ്ട്. പേര് നിന്ന എൻ്റെ ഷാജി. ഇവിടെ ഇങ്ങനെ ധാരാളം ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ധാരാളം ആളുകൾ വരുന്ന സ്ഥലമുള്ളൂ. ശനി ഞായറാണ് തിരക്ക്, ഇട ദിവസം തിരക്ക് കുറവാണ്. അത് ശരി, അതെല്ലാവിടെയും കുറവല്ലേ? വെക്കേഷൻ കൂടും സീസണാണ്. അപ്പൊ ശനി ഞായറും ഭയങ്കര തിരക്കാണ്. തിരക്കുണ്ട് ചേട്ടാ. അപ്പോൾ ഈ കൊട്ടവഞ്ചിക്കൊക്കെ എങ്ങനെ റെന്റ് ഒക്കെ ഉണ്ടോ? എത്ര റെന്റ് റേറ്റ് ഉണ്ട്? ഒരു കൊട്ടവഞ്ചി 4 പേർക്ക് യാത്ര ചെയ്യാം, 200 രൂപ. 4 പേർക്ക്. ഇവിടുന്ന് എന്തോരം ദൂരം പോകും? ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ പോയി തിരിച്ചു വരും. അവിടെ കയറി കെട്ടിൻ്റെ അതിർത്തി എത്തുമ്പോൾ തിരിച്ചു വരും. അത് അതിർത്തി ഏതാണ്? അത് കടലിന്റെ അതിർത്തിയാണോ അല്ലെങ്കിൽ കുറച്ച് ചാലിൽ തന്നെ? ഇത് നമ്മുടെ അന്തിക്കാട് തന്നെയാണോ? അത് അല്ല, ഇത് പുള്ളാണ്. പുള്ള്, ശരിക്കും പുള്ളാണ്. അപ്പോൾ ഇത് വരുന്ന വഴി ഒന്ന് കറക്റ്റ് പറഞ്ഞാലേ. അതിപ്പോൾ ഒളരി വഴിക്ക് വരികയാണെങ്കിൽ, തൃശ്ശൂരിൽ നിന്ന് ഒളരി വഴി വരികയാണെങ്കിൽ മനക്കോടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറക്റ്റ് സ്പോട്ടിലെത്താം. എത്ര കിലോമീറ്റർ ഒളരിയിൽ നിന്ന് വരും? തൃശ്ശൂരിൽ നിന്ന് ഒരിക്കലും മാക്സിമം ഒരു 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ. ഈ സ്പോട്ടിൽ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല, അങ്ങനെ വലിയ കുഴപ്പമില്ല. സ്റ്റാഫുകളുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് മത്സ്യം കിട്ടാനായിട്ട് ഇവിടെ പാടവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശുദ്ധജല മത്സ്യം കിട്ടാൻ സാധ്യതയുണ്ട്. ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാം. അവിടെ ഇപ്പം ഓൾറെഡി വിൽക്കുന്നുണ്ട്. എവിടെ? തൊട്ടപ്പുറത്തട്ടില് ബ്രാലുകൾ വിൽക്കുന്നുണ്ട്. എവിടെയായിട്ടാണ് അത്? തൊട്ടപ്പുറത്ത്. ഇത് ബ്രാല് തന്നെയാവോ? നമ്മൾ ചോദിക്കുന്നതിൽ വേറെ ഒന്നും തോന്നരുത്. പലയിടത്തും ബ്രാല എന്നും പറഞ്ഞ് വളർത്തു ബ്രാലിനെയാണ് വിൽക്കണേ. ഇവിടെ രണ്ടും ഉണ്ട്, വളർത്തു ബ്രാലും ഉണ്ട്, നാടൻ ബ്രാലും ഉണ്ട്. അത് അവർ പറഞ്ഞു തരും? ചോദിച്ചവർ പറഞ്ഞു തരും. രണ്ടും, നാടൻ ബ്രാലും നാടൻ ബ്രാലും, വളർത്തു ബ്രാലും ജിലോപ്പി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം. അപ്പൊ ചേട്ടൻ ബായിയുടെ നമ്പർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ബായിനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. അന്ന് വിളിച്ചാൽ മതി. നമ്പർ കൊടുത്തോളൂ, ബായുടെ ചെയ്തോളൂ, അവിടെ നിന്ന് നേരിട്ട് വിളിച്ചോളൂ. നമ്പർ ഒന്നും കൂടി പറഞ്ഞ്. നമ്പർ 9847 07 0866. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നമ്പറിൽ വിളിച്ചാൽ ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാം. എല്ലാവിധ സൗകര്യങ്ങളും ഏകദേശം ചെയ്തു കൊടുക്കില്ലേ? ഉണ്ട്. ഇവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. ഇവിടെ തട്ടുകടകളുണ്ട്, ഈവനിങ്ങിനാണ് തട്ടുകടകളുണ്ട്. ഉച്ചയ്ക്ക് വരെ ഐ.ടി. ഹോട്ടലുണ്ട്. അവിടെ എല്ലാ ഫുഡുകളുണ്ട്. പിന്നെ നമ്മുടെ ഹോം സ്റ്റേ ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഹോം സ്റ്റേ ജില്ലാ പ്രസിഡന്റ് നമ്മുടെ ഫ്രണ്ടാണ്, ട്രഷറർ നമ്മുടെ ഫ്രണ്ടാണ്, സെക്രട്ടറി നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഏത് ഹോം സ്റ്റേ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് കൊടുക്കണം. ഇവിടെയുണ്ട്. പാലപ്പാടുണ്ട്, നമ്മുടെ 2-3 സുഹൃത്തുക്കളുടെ ഹോം സ്റ്റേകളുണ്ട്. കോടന്നൂരുണ്ട്, അൽത്തുരുത്തുണ്ട്, അതിരപ്പള്ളിയിലുണ്ട്, ഗുരുവായൂർ ഗുരുവായൂരുണ്ട്. ടൂറിസമായി സംബന്ധിച്ച് നമ്മളെല്ലാം സകലകല വല്ലഭനാണ് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് സംബന്ധിച്ച് എന്താവശ്യം തന്നെ വിളിക്കാം. പുള്ളിയിലെ വഞ്ചക്കാരൻ. മറച്ചുപിടിക്കാണല്ലോ. അങ്ങനെ ഹലോ, പേരെന്താണ്? കീർത്തന.
ആ ഓക്കെ. എവിടെ സ്ഥലം? കൊടുങ്ങല്ലൂർ. കീർത്തന കൊടുങ്ങല്ലൂർ. എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? കൊടുങ്ങല്ലൂരൊക്കെ ആകുമ്പോൾ വഞ്ചി തുഴയാൻ മുൻപ് അറിയുന്നവന് ഇല്ല അല്ലേ? നമ്മളെ വീഡിയോ കാണണം. അമ്മ ആൻ്റണി ക്രിയേഷൻ, അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അതോടൊപ്പം തന്നെ ബേഡ് ആർട്സ് ആണ് നമ്മുടെ സംഭവങ്ങൾ. ഇത് ഒരു കീർത്തന വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ അഭിപ്രായം ചോദിക്കണം. ഹലോ, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. ഹാപ്പി ആയില്ലേ? ആ വ്ളോഗാണ്. അമ്മ ആൻ്റണി ക്രിയേഷൻ ഒരാള് ബേഡ് ആർട്സ്. ഫുൾ നിറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടയ്ക്കുന്ന സൈസ് ഉണ്ട്. അതാണ് എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇങ്ങനെ ജീവനോടുള്ള പെട്ടയ്ക്കുന്ന സൈസ് മീൻ കിട്ടും കേട്ടോ. ഫ്രണ്ട്സ് കണ്ട നിക്ക് ഇതൊക്കെയാണ് മീൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ സുഹൃത്തെ പേരെന്താ? അർജുനൻ. നിങ്ങൾ ഈ പാടത്തുനിന്ന് തന്നെ പിടിക്കുന്നതാണോ? ഞാൻ ചോദിക്കുമ്പോൾ വിഷമം വിചാരിക്കരുത്. പല ആൾക്കാരും എന്ത് ചെയ്യണം, ഇവിടെ അല്ല കേട്ടാ, ചില സ്ഥലങ്ങളിൽ നമ്മള് മീൻ ചോദിക്കുമ്പോൾ അവർ വളർത്തുകാരനെ കൊണ്ടുവന്നിരിക്കും. അപ്പം സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീനാ. ഇവിടെ ഏക്കർ കണക്കിന്, ഏക്കറല്ല കിലോമീറ്റർ കണക്കിനാണ് പാടം. ആ പാടത്ത് വസിക്കുന്ന ഈ മീനുകൾ കണ്ട ഇതൊക്കെയാണ് മീൻ കാണേണ്ടത്. കാണേണ്ടതല്ല കേട്ടാ, മേടിക്കേണ്ടത്. കാശായിട്ട് പോരെ, ഏത് സമയത്തും ഇവിടെ മീനുണ്ടാണ് സുഹൃത്തുക്കളെ. അടിപൊളി, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏകദേശം എത്ര മണിക്ക് നിങ്ങൾ ഇവിടെ കച്ചവടം സ്റ്റാർട്ട് ചെയ്യും? 4 മണിക്ക്. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും ഒരു 6 മണി 7 മണി വരെ മീനുണ്ടാവും. വേണ്ട, ഇത് കൂടി കാണിക്കുകയാണെങ്കിൽ തപ്പി വരും. ഇത്ര വലിയ ഒരു ആലിനേക്ക് കിട്ടുമോ? വേണ്ട. ഇതിപ്പോ ഇന്ന് രാവിലെ പിടിച്ചാണോ? ഇപ്പൊ പിടിച്ച് കയറിയുള്ളൂ അല്ലേ? 4 മണിക്ക്. സുഹൃത്തെ പേരൊന്നും ലക്ഷ്മണൻ. അപ്പോൾ ഇവിടെ നല്ല കച്ചവടമൊക്കെ ഇല്ല, കുഴപ്പമില്ല. കച്ചവടം കുഴപ്പമില്ല. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ നല്ല കച്ചവടം. പ്രത്യേകിച്ച് ചൂടുള്ള കാലമാണെങ്കിൽ നല്ല കച്ചവടം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇവിടുത്തെ അന്തരീക്ഷം. എല്ലാ വക സംഭവങ്ങളുണ്ട്. കൊട്ടവഞ്ചിയിൽ വന്ന് യാത്ര കൊട്ടവഞ്ചിയിൽ യാത്ര കഴിഞ്ഞ് വരുന്നവർക്ക് കരിക്ക് കുടിക്കാം, കഞ്ഞി കുടിക്കാം, ചോറുണ്ണാം, തൊട്ടപ്പുറത്ത് ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ട്, എല്ലാം ഉണ്ട്.
ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? ആ ആ ഒന്ന് കോരി കാണിച്ചോ. ബീഫ് കറി, അടിപൊളി ബീഫ് കറി. ഇതാ ഇത് കണ്ടോ, ഈ പാറുന്ന ബീഫാണ് ചേട്ടൻ കൊടുക്കണേ. അടിപൊളി ചിക്കൻ കറി. അതൊന്ന് മൂടി വെച്ചാൽ ബോട്ടി കറി ഉണ്ട്. കൊള്ളി ഉണ്ടോ? കൊള്ളി ഉണ്ട്. ഭക്ഷണം കഴിക്കട്ടെ. ചൂടൻ കൊള്ളി. ഇതെന്താ എന്താ? ആ സൂപ്പർ കൂർക്കപ്പേരി. എല്ലാ സംഭവങ്ങളും ഗ്രീൻ പീസ്. ഇവിടുത്തെ വിഭവങ്ങള് 6 തരം കൊത്തു പൊറോട്ട. ആ പിന്നെ ബീഫ് കൊള്ളി, ബോട്ടി കൊള്ളി, മുട്ട കൊള്ളി, ചിക്കൻ കൊള്ളി, ഗ്രീൻ പീസ് മുട്ട, ബീഫ് കൂർക്ക, ചിക്കൻ കൂർക്ക, പോർക്കുണ്ട്. പോർക്ക് സെപ്പറേറ്റ് നമ്മൾ തവീലെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് കഴിക്കാത്തവർക്കും ഇവിടെ വന്ന് കഴിക്കാം. വളരെ സന്തോഷകരമായിട്ട് പോകും. പിന്നെ കക്ക മുട്ട, ഗ്രീൻ പീസ് മുട്ട, ബീഫ് കൂർക്ക, ചിക്കൻ കൂർക്ക, പോർക്ക് കൂർക്ക, പിന്നെ ബീഫ് മുട്ട ഗ്രീൻ പീസ്, ബോട്ടി മുട്ട ഗ്രീൻ പീസ്, പോർക്ക് മുട്ട ഗ്രീൻ പീസ്. ശരി, അങ്ങനെ മുട്ട ഐറ്റംസ്, മിക്സഡ് ഐറ്റംസ് അങ്ങനെ ഉണ്ട്. അപ്പൊ എല്ലാത്തരം വിഭവങ്ങളും നമ്മൾ എല്ലാ ദിവസവും ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ 5 മണിക്ക് 4:30 ശേഷം 11 മണി വരെ ഇവിടെ ഓപ്പൺ. വൈകുന്നേരം 11 മണി വരെ. ആ ശരി ശരി. ഓക്കെ, എത്ര വിഭവങ്ങൾ ഇവിടെ നമ്മൾ ചേട്ടൻ പറഞ്ഞു. ഇതാ കാണിക്കാണ്, വീണ്ടും കാണിക്കാണ്. ഉണ്ടാവും വായിൽ വെള്ളം ഊറും. ഇവിടെ വന്നു കഴിഞ്ഞാൽ 11 മണി വരെ ഉണ്ടാവും. ഇതാ ചൂടൻ ഓംലൈറ്റാണ് അടിക്കണ ചേച്ചി. കുത്തിപ്പൊരിയ ഗ്രീൻ പീസ് മുട്ട. ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഇടയാണ്. പിന്നെ എന്താ ഇടയില്ലേ? മസാല ഇടാം. മസാല ഇടും, ആ കുരുമുളക് ഇടും. ആ വാട്ടി ഇലയിലിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറാണ്. ആണ്. വേണ്ടോ, നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഈ ചേട്ടൻ്റെ കടയിൽ വന്ന് ഫുഡ് കഴിക്കുക, വയറ് നിറയ്ക്കുക, സന്തോഷിച്ച് എല്ലാവരും തിരിച്ചു പോകുക. ആ എന്താ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള നല്ല അടിപൊളി പ്ലേസാണ് കണ്ടത്. ബാക്കിലേക്കാണ് ഇവിടെ നിന്ന് നോക്കിയാൽ അന്യായി വൈബാ. കണ്ടോ? കണ്ടോ? എന്താ രസം.
ഒരു രക്ഷയില്ലാത്ത. ആ നല്ലൊരു പ്ലേസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ ഇവിടെ ആദ്യമായിട്ട് വരാനാണോ? ആദ്യമായിട്ട് അല്ലേ? പോയിട്ടുണ്ട് ഞാൻ 2 പ്രാവശ്യം. ഈ നേരത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. ആണല്ലേ? അത് ശരി. പോയേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നത്? അടിപൊളിയാണ്, ഫാമിലി ആയിട്ട് വന്നു. അതെ അതെ, ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ എടുത്തിട്ട് പോയാണ്. അല്ലേ? ഇവിടെ വനിതാ ഹോട്ടലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫുഡുകൾ കിട്ടും. അതായത് ഈ ചേച്ചിമാരാണ് ഈ ഇത് തയ്യാറാക്കണത്. ചേച്ചി എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇപ്പം ഇവിടെ എന്തായാലും ചായ ആ എല്ലാം കഴിഞ്ഞു. അല്ല, സാധാരണ രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഉള്ള വിഭവങ്ങൾ? എല്ലാ സാധനവും ഉണ്ട്. ഒരു ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും. ഉച്ചയ്ക്ക് കഞ്ഞിയോ ചോറോ, കഞ്ഞിൻ്റെ ചോറുണ്ട്. എന്തായാലും പുള്ളിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സ്ത്രീകൾ ഭക്ഷണം വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവില്ലേ? അല്ല, അത് വീട്ടിലൂണ് പോലെ തന്നെ നല്ല ഊണല്ലേ? നല്ല ഊണ് കിട്ടും. വീട്ടിലൂണ്. ഇത് ആള് മറക്കരുത് കേട്ടാ. ആള് നമ്മുടെ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തി വെച്ച ടൂറിസം ഇല്ല. അവിടെ തട്ടുകടക്കാർ വേണം, വേണം, ഐസ്ക്രീമാർ വേണം, കച്ചവടം വേണം, എല്ലാതും വേണല്ലോ. എന്നോട് ഒറ്റ പറ്റില്ലല്ലോ. ഇതിനൊരു ജീവൻ വരണമെങ്കിൽ ഇതൊക്കെ വേണം. എല്ലാം വേണല്ലോ. ഒട്ടഞ്ചേരി വന്ന ആളുകൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, കുടിക്കണം, അപ്പുറത്ത് ഐസ്ക്രീം കഴിക്കണം, തട്ടുകടത്ത് ഭക്ഷണം കഴിക്കണം. എല്ലാ സംഭവങ്ങളുണ്ട്. ധൈര്യമായിട്ട് പോലെ സമയം വൈകണ്ട. ഫുഡിന്റെ ആള്, ടൂറിസത്തിന്റെ ആള് എല്ലാം ഉണ്ട്.